Every story deserves an end. പക്ഷെ ചില കഥകൾ, ഇതുപോലെയുള്ള കഥകൾ അവസാനിക്കുന്നത് ഒരു തുടക്കത്തിലാണ്. ഈ കഥയുടെ തുടക്കം ഇവിടെയാണ്. CPO 2024 പരീക്ഷയിൽ KP5 കാറ്റഗറിയിൽ 167 റാങ്കും അതുപോലെ തന്നെ ഇക്കഴിഞ്ഞ LDയിൽ 106 റാങ്കും നേടിയിട്ടുള്ള സനന്താണ്. സനന്ദയെ ആദ്യം തന്നെ വലിയൊരു കൺഗ്രാറ്റ്സ്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ സ്വപ്നം കാണുന്നൊരു റാങ്ക് അല്ലേ? കാരണം LD എന്ന് പറയുന്നത് ഇത്തവണ പ്രിലിംസ് പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ നല്ല കോമ്പറ്റീഷനായിരുന്നു. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എഴുതിയിട്ടുള്ള ഒരു പരീക്ഷയാണ്. അപ്പോൾ നല്ല കോമ്പറ്റീഷനായിരുന്നു ഇക്കൊല്ലത്തെ LD. കഴിഞ്ഞ കൊല്ലം എന്ന് പറയുമ്പോൾ പ്രിലിംസ് ഉണ്ടായിരുന്നു. അപ്പോൾ മെയിൻസിന് അത്രത്തോളം കാൻഡിഡേറ്റ്സ് ഉണ്ടാവില്ല. പക്ഷേ ഇക്കൊല്ലം പ്രിലിംസ് ഇല്ലാത്തതുകൊണ്ട് നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പോൾ അതിൽ 106 റാങ്ക് എന്ന് പറയുന്നത് വലിയൊരു നേട്ടം തന്നെയാണ്. മാത്രമല്ല ആ ഒരു അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് അല്ലേ, ആ ഒരു CPOൻ്റെ അല്ലേ? അപ്പോൾ CPOൻ്റെ അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഇടം നേടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു മെയിൽ ലിസ്റ്റിൽ ഇടം നേടിയ സമയത്ത് എന്തായിരുന്നു ഒരു ഫീൽ എന്ന് പറയുന്നത്? ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനൊരു ലിസ്റ്റിൽ എത്തിപ്പെട്ടിട്ടുള്ളത്. ആദ്യം തന്നെ അതിന് ഏസിനോടാണ് നന്ദി പറയേണ്ടത്. ഞാൻ ഡിഗ്രി ഇവിടെ മഞ്ചേരി തന്നെ കോപ്പറേറ്റീവിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഏസ് അന്ന് തൊട്ടേ ശ്രദ്ധിച്ചിരുന്നു. ഇതിൽ പുറത്തൊക്കെയുള്ള ഫ്ലെക്സുകളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യാം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഏസിലോട്ട് എത്തിപ്പെടുന്നത്. കൂടുതലായിട്ടും ഇവിടെ എത്തിപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ റാങ്ക് ഹോൾഡേഴ്സ് തന്നെയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് വന്ന് ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു കൂട്ടം പല ലിസ്റ്റുകളിലുള്ള ആൾക്കാരെ കാണുകയും അവരോടാണ് ആദ്യം മിങ്കിൾ ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ഞാൻ 0 എന്നാണ് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ആവശ്യം ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത് എങ്ങനെ പഠിക്കാം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവരോട് മിങ്കിൾ ചെയ്തതിൻ്റെ പുറത്ത് കുറേ അവരുടെ കയ്യിൽ നിന്നും സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ കിട്ടി. അത് സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഒരു പ്ലാനും കാര്യങ്ങളും തയ്യാറാക്കിയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. 2022 ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് കുറച്ച് എന്താ പറയുക, ഇവിടുത്തെ ടീച്ചേഴ്സും അവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ റീഡിങ് ഫെസിലിറ്റീസ്, റീഡിങ് റൂം, അതുപോലെ തന്നെ ലൈബ്രറി, ടീച്ചേഴ്സ്, ഇതൊക്കെ നമ്മളെ വളരെയധികം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സനന്ദിൻ്റെ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കുന്ന സമയത്ത് 2016 ഡിഗ്രി പാസ് ഔട്ട് ആവുന്നത് അല്ലേ? അതിനുശേഷം 2022 PSC പഠിച്ചു തുടങ്ങുന്നത്. അതായത് ഒരു 6 വർഷത്തെ ഗ്യാപ്പ് അല്ലേ? അത് പല ജോലികളിലായിട്ടായിരിക്കാം ആ ഒരു 6 വർഷം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു ഇതുണ്ടാവും. ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകൾ ഒരു ഗവൺമെൻറ് ജോലി നേടണം എന്നൊരാഗ്രഹം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഗ്യാപ്പ് ഈ സനന്ദിൻ്റെ ലൈഫിലും വന്നിട്ടുണ്ട്. അപ്പോൾ സനന്ദ് എങ്ങനെയാണ് ആ പ്രശ്നങ്ങളെ പരിഹരിച്ചത്? ജോലി തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സഹായിച്ചിട്ടുള്ള കുറേ അച്ഛൻ, അമ്മ, അതുപോലെ തന്നെ ഞാൻ മാരീഡാണ്, വൈഫ് ഇതിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ തീർച്ചയായിട്ടും അവരുടെയൊക്കെ ഒരു സഹകരണത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെയൊക്കെ അപ്പുറത്ത് തന്നെ ഏസിൻ്റെ ഒരു നല്ല രീതിയിലുള്ളൊരു നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സനന്ദ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് വർക്ക് ചെയ്ത ഒരാളാണ് അല്ലേ? അപ്പോൾ ഒരു പ്രൈവറ്റ് ജോബിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു PSC എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് ജോലി നേടണം, ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള, ആ ഒരു സ്വപ്നം കാണാനുള്ള പ്രധാന കാരണം എന്തായിരുന്നു? എന്നെ ചുറ്റിപ്പറ്റി കുറച്ച് പേര് ഇങ്ങനെ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് തന്നെ കുറേ പേര് ഇതിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരെ കണ്ടിട്ടും അതുപോലെ തന്നെ ആദ്യം തന്നെ എനിക്കും സ്വന്തമായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു ലൈഫിൽ. ചെറുപ്പത്തിലൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഒരു പോലീസ് ആവണം, അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ചെറുപ്പം മുതലേ. അപ്പോൾ ഇവരോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടും അങ്ങനെയൊക്കെയാണ് ഇതിൽ എത്തിപ്പെടുന്നത്. ഈ ഒരു PSC പഠനത്തിൽ നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു റാങ്ക് അച്ചീവ് ചെയ്യാൻ ഒരുപാട് പേര് നമ്മുടെ
ടീച്ചേഴ്സ് ആണെങ്കിലും എയ്സ് ഒരു ഭാഗമായിരുന്നു പറഞ്ഞു. അതുപോലെ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും. സോ ഈ ഒരു പ്രിപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ഒരു ബേസിക് ഫാക്ടറായിട്ട് ഒരാളെ സെലക്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആരെയാണ് സെലക്ട് ചെയ്യുക? അച്ഛനമ്മ തീർച്ചയായിട്ടും അവരാണ്. സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇവിടെ എത്തൂല. പുറമെ തന്നെ പറഞ്ഞല്ലോ, മാരീഡാണ്. വൈഫിൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ഇങ്ങനെ എത്തിപ്പെടാൻ പറ്റില്ല. എനിക്ക് ഈ ഒരു പഠനത്തിൻ്റെ ഒരു 2022 മുതൽ ഒരു 2025 വരെ ഭൂരിഭാഗം സമയം വർക്കിന് ശേഷം എയ്സിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉള്ളൊരു ഫ്രണ്ട് സർക്കിൾ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലെവലുള്ളവരും നമ്മളെക്കാൾ മുകളിലുള്ളവരും ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ അവരൊന്നും കുറേ ലേൺ ചെയ്തിട്ടാണ്, നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഓരോ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ഒരുപാട് ഷോർട്ട് ലിസ്റ്റുകളിൽ പെട്ടിട്ടുണ്ട്, പക്ഷേ മെയിൻസിൽ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫിസിക്കൽ ഫെയിലായ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നീട് അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ആ ഷോർട്ട് ലിസ്റ്റിലൊക്കെ പെട്ടതിൻ്റെ അവിടുന്ന് ഒരു നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് പിന്നെ അടുത്തതിലെങ്കിലും വരണം, അങ്ങനെ മുൻകൂട്ടി കുറേ സ്ട്രാറ്റജി കൊഹറൻ്റായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു. നല്ല രീതിയിൽ രാവിലെ തന്നെ നേരത്തെ എണീക്കുക, കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് അതിന് ശേഷം വർക്കിന് പോകുന്നതിന് മുമ്പ് രാവിലെ തന്നെ നേരത്തെ എണീറ്റിട്ട് ഒരു 8 മണിയാകുമ്പോഴേക്ക് ബേസിക്കായിട്ട് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫെയർ കാര്യങ്ങൾ തീർക്കും. പിന്നെ വർക്കിന് പോകും. ഒരു ഉച്ചയാകുമ്പോഴേക്ക് ഫ്രീ ആവുന്നുള്ള രീതിയിലാണ് ഞാൻ വർക്ക് എൻ്റെ ഭൂരിഭാഗവും ഞാൻ സെലക്ട് ചെയ്തിരുന്നത്. ട്യൂഷൻ എടുക്കുക, ഇപ്പോൾ ചെയ്യുന്ന വർക്ക് കളക്ഷൻ എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ഞാനൊരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നത്. അതൊക്കെ ഞാൻ അതിനു വേണ്ടി ചൂസ് ചെയ്തതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ഇവിടെ വന്ന് പിന്നെയും വായിക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഒരു മൊത്തം എൻ്റെ ജോബായാലും എൻ്റെ ഒരു ലൈഫായാലും ഞാൻ ഇതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. സനന്ത് പറഞ്ഞ പോലെ ഒരുപാട് ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. പിന്നീട് അത് മെയിൻ ലിസ്റ്റിലേക്ക് മാറ്റാനുള്ള ആ പഠനത്തിൻ്റെ സ്ട്രാറ്റജിയിൽ വരുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് പേരിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്നുണ്ടാവും. കാരണം ഒരുപാട് ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റ് വരുന്ന സമയത്ത് സപ്ലിമെൻ്റ് ലിസ്റ്റിലേക്ക് പോയിട്ട് ഒരുപാട് പേര് അങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ സനന്ത അങ്ങനെ ഒരു വഴിയിലൂടെ കടന്നു വന്ന ആളാണ്. അപ്പോൾ എന്തായാലും ആ ഒരു പഠനത്തിൻ്റെ സ്ട്രാറ്റജിയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തിയത്? എക്സാംസുകൾ ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എയ്സിൻ്റെ തന്നെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയങ്ങളിൽ അതൊക്കെ ഒരുപാട് നോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഭാഗങ്ങളാണ് കിട്ടാത്തത് ഞാൻ അപ്പോൾ നോട്ട് ചെയ്തിരുന്നു. അപ്പോൾ പിന്നീട് പഠിക്കുന്ന സമയങ്ങളിൽ ആ സബ്ജക്റ്റിന് മുൻഗണന കൊടുക്കും. അതിൽ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് റാങ്ക് പിന്നീട് ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാർക്ക് കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. PYQs കാര്യങ്ങളും കൂടുതലായിട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ എയ്സിൻ്റെ ലൈബ്രറി നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റീഡിങ് ഫെസിലിറ്റീസ് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറി കേൾക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്, അവർ റിസൾട്ടിലേക്ക് എത്തിച്ച പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ തന്നെയാണ് എയ്സിലെ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എയ്സിൻ്റെ എക്സാം രീതി? എങ്ങനെയാണ് ഈ ഒരു റാങ്കിലേക്ക് എത്താൻ സഹായിച്ചത് ഈ എക്സാം രീതി എന്ന് പറയുന്നത്? എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തിരുന്നു എയ്സിൻ്റെ. അവർ പറയുന്ന സിലബസും കാര്യങ്ങളും കവർ ചെയ്തിട്ടൊക്കെ തന്നെയായിരുന്നു എക്സാമുകളിലുള്ള അറ്റൻഡ് ചെയ്തിരുന്നത്. നമുക്ക് അവർ മുൻകൂട്ടി ഒരു കോൺഫിഡൻസ് തരാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. എക്സാം നടത്തുന്ന ആ സമയത്ത് സബ്ജക്റ്റുകളും കാര്യങ്ങളും ഇന്ന ഭാഗങ്ങളിൽ നിന്നാണ് വരിക എന്ന് അവർ ആദ്യം പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ അത് പഠിച്ച് നമ്മൾ കുറഞ്ഞ ഭാഗത്തു നിന്ന് പഠിച്ച് നമ്മൾ എക്സാം എഴുതുമ്പോൾ നമുക്ക് മാർക്കുകൾ കിട്ടുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് അതിൽ എക്സൈറ്റഡ് ആവും. അപ്പോൾ അടുത്തൊരു എക്സാം വരുന്ന സമയത്ത് നല്ല രീതിയിൽ പഠിക്കണം എന്നുള്ള നമുക്കൊരു ആൻസൈറ്റി ഉണ്ടാവും. അതിൻ്റെ പുറത്ത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ കേസ് നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സനന്ത് എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ശേഷം അല്ലേ, ആ ഒരു അങ്ങനെയാണ് ആ ഒരു PSC എന്ന് പറയുന്നത് വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ ഒരു ഇപ്പോൾ LD ആണെങ്കിലും അതുപോലെ തന്നെ യൂണിഫോം പോസ്റ്റ്, ഒരുപാട് പേരുടെ സ്വപ്നമാണ് ഒരു യൂണിഫോം പോസ്റ്റ് എന്ന് പറയുന്നത്, അപ്പോൾ നേടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് ലൈഫിൽ സ്റ്റക്കായി നിൽക്കുന്നുണ്ടാവും. കാരണം ജോലിൻ്റെ തിരക്ക് മൂലം പഠിക്കാൻ പറ്റുന്നില്ല. പക്ഷേ സനന്ത് ഇതെല്ലാം മാനേജ് ചെയ്ത ഒരാളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ജോലിയും പഠനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയത്? തീർച്ചയായിട്ടും പഠനത്തിന് വേണ്ടിയിട്ട് ആൾറെഡി ഒരു പ്ലാനും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ നേരത്തെ എന്നുള്ളൊരു സമയം, അതുപോലെ തന്നെ ഈ വർക്ക് ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ എപ്പോഴാണോ കഴിയുന്നത് ആ ഒരു സമയത്തിന് ശേഷം ആണ് നമ്മളിവിടെ പഠിക്കാനിരിക്കുന്നത്. അപ്പോൾ ആ ബാക്കിയുള്ള സമയങ്ങളിൽ വർക്കിലും തന്നെ അതുപോലെ തന്നെയുള്ളൊരു പ്ലാനിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും. കാരണം രണ്ടിലും നമുക്ക് ഒരുപോലെ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നറിയാം. അപ്പോൾ വർക്കിലും അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്ലാനിങ് അതിലും നടത്തിയിട്ടുണ്ട്. പഠനത്തിനും തന്നെ ഈ ഒരു രീതിയിലുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സനന്ത് 2016 ഡിഗ്രി പാസ് ഔട്ടായിട്ട് 2022 PSC പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സൊസൈറ്റിയിൽ നിന്ന് ഒരുപാട് നെഗറ്റീവ്സ് കേൾക്കാൻ സാധ്യതയുണ്ട്. കാരണം അത്രയും ഒരു അല്ലേ, നമ്മുടെ ഒരു സൊസൈറ്റി പ്രകാരം ആ ഒരു ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണല്ലേ ഈ ഒരു നെഗറ്റീവായിട്ട് കാണാൻ സാധ്യതയുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ഉണ്ടായിരുന്നോ? ആ നെഗറ്റീവ്സ് എങ്ങനെയാണ് സനന്ത് തരണം ചെയ്തത്? നെഗറ്റീവ്സ് കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ കല്യാണം കഴിഞ്ഞത് കൊണ്ട് തന്നെ 2 കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ ഈ പഠനത്തിന് വേണ്ടി ഇങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നേരിട്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. 30 എൻ്റെ വയസ്സ്. അപ്പോൾ ആ സമയത്ത് തന്നെ പല ഏരിയയിൽ നിന്നും കേട്ടിട്ടുള്ളൊരു സ്ഥിരമായിട്ടുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് നിൻ്റെ ഒപ്പമുള്ള ഒരു വീട് വെച്ചു, കാറ് വാങ്ങി, അങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങളും നേരിട്ടിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് എൻ്റെ വൈഫായാലും വീട്ടുകാരായാലും നേരിട്ടുള്ളൊരു ചോദ്യമായിരുന്നു, എന്താ ചെയ്യുന്നത് ജോബ്. അപ്പോൾ അവർ സ്തംഭിച്ചിങ്ങനെ നിൽക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു കൂട്ടി വെച്ചുകൊണ്ട് ഇങ്ങനെ ഈ ഒരു സമയത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ സൈഡിലൂടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ കോൺഫിഡൻസ് ഉണ്ട് തീർച്ചയായിട്ടും എത്തിപ്പെടാം, അതുകൊണ്ടാണല്ലോ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇതിനെല്ലാം ആ ഒരു സമയത്ത് ഒരു സീറ്റ് റിവെഞ്ച് എന്നുള്ള രീതിയിൽ ചെയ്യാമെന്നുള്ളതായിരുന്നു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. എല്ലാത്തിനും സൈലൻ്റ് ആയിട്ട് തന്നെ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് എല്ലാവരുടെയും മുമ്പിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും വിജയിച്ച പോലെയാണ് തോന്നുന്നത്. ഓക്കെ. അപ്പോൾ CPOയിൽ മെയിൻ ലിസ്റ്റിൽ വന്നു, അതുപോലെ LDയിൽ നല്ലൊരു റാങ്ക് 106 എന്ന് പറയുന്നത് വലിയൊരു റാങ്കാണ്. അത്രയും നല്ല കോമ്പറ്റീഷനുള്ള ഒരു പരീക്ഷയാണ് LD എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഇപ്പോൾ നമ്മളൊരു 10th അതുപോലെ തന്നെ +2 ലെവൽ എക്സാം ക്രാക്ക് ചെയ്തു. ഇനി നമ്മുടെ മുന്നിൽ ഡിഗ്രി ലെവൽ എക്സാം കൂടെ നമ്മൾ മുന്നിൽ ക്രാക്ക് ചെയ്യാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാനുകളുണ്ടോ? എന്താണ് ഒരു സ്വപ്നം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ ആൾറെഡി ഞാൻ എഴുതി വെച്ചിട്ടുള്ള എക്സാമുകളുണ്ട്. SI ആയാലും അങ്ങനെ കുറച്ച് എക്സാമുകൾ റിസൾട്ട് കാത്തു നിൽക്കുകയാണ് ഞാൻ. അതുപോലെ തന്നെ ഇനി ഫ്യൂച്ചറിൽ വരാനുള്ള എക്സാമുകളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ജോബുകളെ എങ്ങനെ കോർഡിനേറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി വരുന്ന അടുത്ത വർഷം വരുന്ന ഡിഗ്രി ലെവലിൻ്റെ എക്സാമിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഞാൻ ഏസിൽ തന്നെയാണ്. ഒരു ഉച്ചയ്ക്ക് മുതൽ ഒരു വൈകുന്നേരം 12 മണി വരെയൊക്കെ ഞാൻ രാത്രി ഇവിടെ ഇരിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ജോലിയുടെ കൂടെ ജോലി കിട്ടി പോവുകയാണെങ്കിലും അതിൻ്റെ കൂടെ പഠിക്കണം. ഇപ്പോൾ കിട്ടുന്നത് വരെ ഞാൻ ഏസിൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. നല്ല രീതിയിൽ ഏസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവസാനമായിട്ടൊരു ചോദ്യമാണ്. 2022 സനന്ത് PSC പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ 2025 ഇപ്പോൾ അത് ഒക്ടോബർ മാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3 വർഷത്തോളം നമ്മൾ ആ ഒരു ക്ഷമ എന്ന് പറയുന്ന ഫാക്ടർ ഇവിടെ വലുതാണ് അല്ലേ? കാരണം നമ്മൾ ഈ ഒരു PSCയുടെ ആ ഒരു സിസ്റ്റം എല്ലാം കഴിഞ്ഞ് നമുക്ക് ജോലി കിട്ടുന്നതിലേക്കുള്ള ആ ഒരു പ്രോസസ്സ് കുറച്ച് സമയം എടുക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു PSC ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. അപ്പോൾ അവരോട് എന്താണ്, ഇപ്പോൾ സനന്ത് എന്ന് പറയുമ്പോൾ 3 വർഷത്തിന് ശേഷമാണ് ഇനി ജോലി കയറാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു PSCയിലേക്ക് ആദ്യം വരുന്നവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? ഞാനും 0 എന്നാണ് PSCക്ക് വേണ്ടിയിട്ട് പഠനം സ്റ്റാർട്ട് ചെയ്തത്. ഓരോ സമയത്തും എൻ്റെ എക്സാമുകളും കാര്യങ്ങളും എഴുതുന്ന സമയത്ത് അതിലുള്ളൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും സമയമെടുക്കും. അപ്പോൾ നമ്മളൊരു ലക്ഷ്യത്തിലെത്തുന്നത് വരെ അതിൽ തന്നെ പ്രയത്നിക്കുക എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഭാഗത്തു നിന്നും കാര്യങ്ങളുണ്ടായിരിക്കും. പക്ഷെ അതിലൊന്നും നമ്മുടെ മൈൻഡ് അങ്ങോട്ടൊന്നും ഡൈവേർട്ട് ചെയ്യാതെ നമ്മുടെ കാര്യത്തിൽ തന്നെ ഫോക്കസ് ആയിട്ട് പോകണം എന്നാണ് എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്. ഞാൻ ഈ ഒരു മഞ്ചേരി ഐസിൽ വരുന്ന സമയത്ത് രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങുന്ന സമയത്ത് എപ്പോഴും ആ മഞ്ചേരി ഐസിലെ ഒരു ലാസ്റ്റ് ഒരു ഫ്ലോർ ഉണ്ട്. അവിടെ എപ്പോഴും രാത്രി ഏകദേശം ഒരു 12 മണി 1 മണിയാവുന്ന സമയത്തും അവിടെ ലൈറ്റാണ്. അത് അപ്പോഴായിരിക്കും അധികം ബോയ്സും ഇരുന്നിട്ട് പഠിക്കുന്നത്. അതുപോലെ തന്നെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പഠിക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ബോയ്സിന് കിട്ടുന്ന റിസൾട്ട് അതിപ്പോൾ യൂണിഫോം പോസ്റ്റ് ആണെങ്കിലും LGSൽ മലപ്പുറം ജില്ലയിൽ 1ാം റാങ്ക് എയ്സിൽ നിന്നാണ്. സോ ഈ രാത്രിയിലെ പഠനം ഉണ്ടല്ലോ, അപ്പോൾ ഈ ജോലിക്ക് പോകുന്നവരെ ആ റാങ്കിലേക്ക് എത്തിക്കുന്ന ഒരു ഫാക്ടർ അതുതന്നെയാണ്. എങ്ങനെയാണ് ആ രാത്രി സമയങ്ങളിലെ പഠിത്തം? ഇപ്പോൾ ഞാൻ സനന്ത് പറഞ്ഞിരുന്നു, സനന്ത് രാത്രി 12 മണി വരെ പഠിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. സോ അതെങ്ങനെ ഹെൽപ്ഫുള്ളായിട്ടുണ്ട് ഈ പ്രിപ്പറേഷനിൽ? തീർച്ചയായിട്ടും ബോയ്സിനെ സംബന്ധിച്ച് അവരുടെ പഠനം ഒന്ന് ഓണായി വരുന്നത് എന്ന് പറയുന്നത് ഒരു 7 മണിക്കും ഒരു 12 മണി വരെയൊക്കെയുള്ള സമയങ്ങളിലാണ് തീർച്ചയായിട്ടും ഉണ്ടാവാറ്. ഇവിടെ എയ്സിനെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു അഡ്വാൻറ്റേജാണ് നമുക്ക്. കാരണം ആ ഒരു സമയങ്ങളിൽ നമുക്ക് ശാന്തമായിട്ടിരുന്ന് പഠിക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷമാണ് എയ്സിൽ തീർച്ചയായിട്ടുള്ളത്. ആ ഒരു സമയത്ത് ജോലി കഴിഞ്ഞ് വരുന്ന കുറച്ച് പേര് എന്തായാലും ഉണ്ടാവുമല്ലോ. ഞങ്ങൾക്ക് കമ്പനി സ്റ്റഡി നടത്താനും എല്ലാം സൗകര്യമായിട്ടുള്ളൊരു സമയവും കാര്യങ്ങളും അപ്പോഴാണ് ഉണ്ടാവാറ്. അത് തീർച്ചയായിട്ടും ഇങ്ങനൊരു റാങ്കിലോട്ടും അല്ലെങ്കിൽ ഇനിയൊരു ജോലിക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. സോ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. കാരണം പേഴ്സണലി ഒരുപാട് സന്തോഷം തോന്നി. കാരണം
ഈ ഒരു ലൈഫിൽ ഒരു സ്റ്റേജിൽ നമ്മൾ ഒരുപാട് നെഗറ്റീവ്സ് പല ഭാഗങ്ങളിൽ നിന്നും കേട്ടതാണ്. അപ്പോൾ അവിടുന്ന് പിന്നീട് ഇപ്പോൾ ഒരു സീറോന്ന് ഹീറോ എന്നുള്ള ലെവലിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് അല്ലേ. നമുക്ക് അവിടെ മുന്നിൽ ഒരു നമ്മുടെ ആ ഒരു റിസൾട്ടിനെയാണ് അവർക്കുള്ള മറുപടി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പേഴ്സണലി ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ പറ്റട്ടെ. പ്രത്യേകിച്ച് ഒരു SI അത് പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ജോലിയിലേക്കെല്ലാം ആഗ്രഹിക്കുന്ന ആ ജോലിയിലേക്കെല്ലാം എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു.